ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ചെറിയ 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 പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ കണ്ടതും ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ഒരു പടത്തിൽ ചെറിയൊരു സീൻ അഭിനയിച്ചിരുന്നു. ഞാനായിട്ട് അഭിനയിച്ചല്ല, മറ്റുള്ളവർ അഭിനയിക്കുന്ന ഒരു സീനിൽ ഞാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീന് ഞാനിങ്ങനെ ആ കഥനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളാണ് എനിക്ക് ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സിനിമയിലുള്ള സീൻ ഇങ്ങനെയായിരുന്നു. ഒരു രജിസ്റ്റർ വിവാഹം നടക്കുന്ന ഒരു സീനായിരുന്നു. ഈ രജിസ്റ്റർ വിവാഹം നടക്കുമ്പോൾ വധുവരനും സാക്ഷികളൊക്കെ ഒപ്പിട്ടതും രജിസ്റ്റർ ആൾ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ആശിക്ക് അതിങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുപ്പിക്കുന്നുണ്ട്. ഞാൻ ആ സാധനം എടുത്ത് രജിസ്റ്റർ ആൾക്ക് കൊടുത്തതും രജിസ്റ്റർ ആൾ അത് സമ്മാനിക്കുന്നത് ഒരു സീനായിരുന്നു. അപ്പോൾ ആ സമ്മാനിക്കുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു കുക്കറായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഒന്നാണ് ഈ കുക്കർ സമ്മാനമായിട്ട് കൊടുക്കുന്നത്, വേറൊന്നും കിട്ടിയിട്ടില്ല എന്നല്ല ഇങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ ആ കുക്കർ കൊടുത്തതിന് ശേഷം നടന്മാരും ഞാനും ഒക്കെയുള്ള ആ ഒരു അവസരത്തിൽ ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സമ്മാനമായിട്ട് കുക്കർ കൊടുത്തതിൻ്റെ ഉദ്ദേശം ചോദിക്കുന്നുണ്ട്. അപ്പോൾ റീഷാൾ പറയുന്നുണ്ട്, ഇത് സമ്മാനം കൊടുക്കാനുള്ള കാരണം 100ാമത്തെ വിവാഹ രജിസ്ട്രേഷനാണ്, അതുകൊണ്ടാണ് സമ്മാനം കൊടുക്കാനുള്ള കാരണം. പക്ഷേ ഈ കുക്കർ കൊടുത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞത് വിവാഹ രജിസ്ട്രേഷൻ ആണല്ലോ നല്ലത്. കുടുംബ ജീവിതമാകുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സ്വമേധയാ വരും. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഒരാൾ ആ കുക്കറിൻ്റെ വിസിലായിട്ട് മാറുന്നതാണ്. സംഭവം നിസ്സാരമാണെങ്കിലും നല്ലൊരു മെസ്സേജ് ആയിരുന്നു അത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുന്നത് ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുമ്പോഴാണ് അല്ലേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ അതിൽ നിന്ന് ചെറിയ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ രൂക്ഷമായി പോകുന്നതും പല വിധത്തിലുള്ള അവസ്ഥയിലൊക്കെ എത്തുന്നതും. ചില സമയത്ത് കുടുംബം തന്നെ ഇല്ലാണ്ടാവും, ചില സമയത്ത് അടിച്ച് കത്തിക്കുത്തും ബഹളം തന്നെ ആയിപ്പോവും, ചില സമയത്ത് ആത്മഹത്യൻ്റെ വക്കിലെത്തും. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള കുടുംബ കലഹങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട്. ഈ എന്താ പറയണ്ടേ, പരസ്പരം ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ കുക്കർ പോലെ ആകണം ജീവിതം എന്ന് പറഞ്ഞത് സത്യത്തിൽ അത് നല്ലൊരു മെസ്സേജ് അല്ലേ. കാരണം നമ്മൾ ഈ കുക്കർ ആ ഫുള്ളായിട്ട് പ്രഷർ അതിൽ നിറഞ്ഞ് ആ കുക്കറിൻ്റെ ആ വിസിൽ ജസ്റ്റ് ഒന്ന് പൊന്തിയിട്ടില്ല എന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? കുക്കർ പൊട്ടിത്തെറിക്കും. പലയിടത്തും സംഭവിച്ചിട്ടില്ലേ, പലയിടത്തും കുക്കർ പൊട്ടിയിട്ട് പല അപകടവും കാരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആ വിസിൽ പൊന്താത്തത് കൊണ്ടാണ്, വിസിലടിക്കാത്തത് കൊണ്ടാണ്, ആ വിസിൽ നിന്ന് എയർ പുറത്തേക്ക് പോകാത്തത് കൊണ്ടാണ് കുക്കർ പൊട്ടിത്തെറിച്ച പല സംഭവം ഉണ്ടായത്. അപ്പം ആ വിസിലായി മാറണം എന്നുള്ളൊരു മെസ്സേജായിരുന്നു അന്ന് ആ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ച ആ ഒരു സീനിൽ കൊടുത്തത്. അതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. നമ്മളിപ്പോൾ പല വീടുകളിലും, ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലായാലും മറ്റുള്ളവരുടെ വീട്ടിലായാലും പ്രശ്നങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. പക്ഷെ മിക്കയിടത്തും ഇതിനൊരു പരസ്പരം വാശി, ജയവും തോൽവിക്കും വേണ്ടിയിട്ട് ഉള്ള മത്സരം മാതിരിയാണ് വീട്ടിലുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ. ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ, കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീരാവുന്ന പല പ്രശ്നങ്ങളും പലയിടത്തും പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് സത്യത്തിൽ നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിസിലായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേ പറ്റൂ. അവൻ വിസിലായിട്ട് ഞാൻ വിസിലായിട്ടെന്ന് വിചാരിച്ചിട്ട് അതിനും വാശി പിടിക്കാതെ ഒരാൾ പ്രശ്നത്തിൽ സൈലൻ്റ് ആകുന്നില്ല എന്ന് കാണുമ്പോൾ മറ്റുള്ളവർ അതിലൂടെ സൈലൻ്റായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ
മിക്ക പ്രശ്നങ്ങളും പല വിധത്തിലുള്ള കുടുംബ ജീവിതത്തിലുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.